അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം തുടർന്ന വനിതാ ലോക്കോ പൈലറ്റുമാർ. റെയിൽവേയുടെ വഞ്ചനയ്ക്കെതിരെ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ രാപ്പകൽ സമരവും തുടരുകയാണ്. വർഷങ്ങളായുള്ള ജീവനക്കാരുടെ ആവശ്യം റെയിൽവേ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് അസോസിയേഷൻ പറഞ്ഞു. വനിതാ ദിനത്തിലാണ് വനിതാ ജീവനക്കാർ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പാക്കണം എന്ന ആവശ്യവുമായി ഇവിടെ റെയിൽവേ ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ധർണയിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഈ ധർണ നടന്നു വരികയാണ്. ഇവിടെ ഒരു കൂട്ടം വനിതകൾ തന്നെ വനിതാ ജീവനക്കാരാണ്. ഈ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനിൽപ്പെട്ട വനിതാ ജീവനക്കാരാണ് ഇവിടെ സമരവുമായി ഇരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് വനിതാ ലോക്കോ പൈലറ്റുമാർക്ക് അടിസ്ഥാന സൗകര്യം ഇല്ല, ഒപ്പം തന്നെ 36 മണിക്കൂറിനുള്ളിൽ തിരികെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റെയിൽവേ വെച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത്. വർഷങ്ങളായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കൂടിയാണ്. എന്നാൽ ഇതുവരെയും റെയിൽവേ ഇതിനൊരു മറുപടി നൽകാൻ പോലും അല്ലെങ്കിൽ ഈ ഒരു സൗകര്യം ഒരുക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതും കൂടിയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്. 5 ദിവസമായി ഇത്തരത്തിൽ സമരം നടത്തി വരികയാണ്. നിങ്ങളുടെ ആവശ്യം റെയിൽവേ അറിയിച്ചിട്ടും അവരെന്താണ് പറയുന്നത്? നമ്മൾ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഡിമാൻഡാണ്. അതിന് എത്രയും പെട്ടെന്ന് തീരുമാനമാവുമെന്ന് പറയും. ഇതുവരെ നമ്മൾക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒന്നും തന്നിട്ടില്ല. നമ്മൾക്ക് എൻ റൂട്ടിൽ നമ്മൾക്ക് ഓഫീസ് വർക്കല്ല, വണ്ടി വർക്ക് ചെയ്ത് പോകുന്നതാണ്. എൻ റൂട്ടിൽ നമ്മൾക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല. അപ്പോൾ ഓരോ സ്റ്റേഷൻ്റെ അതായത് എൻജിൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ സ്റ്റാർട്ടർ എൻഡിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി വേണമെന്ന് വർഷങ്ങളായി നമ്മുടെ ഡിമാൻഡാണ്. അത് ഇതുവരെ സാധിച്ചിട്ടില്ല. 27 വർഷമായി നീണ്ട ഡിമാൻഡ്. വനിതാ ദിനം കൂടിയാണ്. ആ ദിവസമാണ് ഇത്തരത്തിൽ വനിതകൾ വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഇവിടെ ആവശ്യങ്ങൾക്കായി സമരം ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതെ, അപ്പോൾ നമ്മൾ ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന് എന്നുള്ള അതിലാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം ഇല്ല. അതിനാലാണ് ഇന്ന് 8-ാം തീയതി തന്നെ ഇതിന് തെരഞ്ഞെടുത്തത്. ഡ്യൂട്ടിക്കിടയിലാണോ ഇത്തരത്തിൽ പ്രതിഷേധം? ഇല്ല, ഡ്യൂട്ടി കഴിഞ്ഞവരുമുണ്ട്, ഡ്യൂട്ടിക്ക് വൈകിട്ട് കയറാനുള്ളവരുമുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മളെ അതിനുവേണ്ടി സ്പെയറൊന്നും ചെയ്തിട്ടില്ല. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് കൊടുത്തിട്ടാണ് അവരെ സ്പെയർ ചെയ്തിട്ടാണ് വനിതാ ദിനാഘോഷം നടത്തുന്നത്. നമ്മൾക്ക് അങ്ങനെയില്ല. ലോക്കോ പൈലറ്റ്സിന് 365 ഡേയ്സും വർക്കല്ലേ. 24x7x365 അങ്ങനെയാണ് നമ്മുടെ വർക്ക്. റെസ്റ്റില്ല, ലീവില്ല. തീർച്ചയായും ഇവർ പറയുന്നത് പോലെ വർഷത്തിൽ 365 ദിവസവും ഇവർ ജോലിയിൽ പ്രവേശിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത്. ഒരു ദിവസം പോലും, ആഴ്ചയിൽ ഒരു ദിവസം പോലും വിശ്രമ വേളയായി അനുവദിക്കുന്നില്ല. ഒപ്പം ഈ 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു. അതിനിടയിൽ തങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നില്ല. ഈ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇവർക്ക് സൗകര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ അശാസ്ത്രീയ ഈ ഡ്യൂട്ടി സമ്പ്രദായം മാറ്റണമെന്നും ആവശ്യമുണ്ട്. വിശ്രമ സമയം അനുവദിക്കുക. പൈലറ്റുമാരുടെ ഈ അനിശ്ചിതകാല രാപ്പകൽ സമരമാണ് ഇന്ന് 5-ാം ദിനം പിന്നിടുന്നത്. ഈ റെയിൽവേ അധികാരികൾ കണ്ണു തുറക്കാതെയുള്ള ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ യാതൊരുവിധ ഒരു ആശ്രയവുമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി പേരുടെ 5ഓളം ആളുകൾ ജീവനക്കാരുടെ ജീവൻ പൊലിയുന്ന ഒരു അവസ്ഥ, അതായത് വിശ്രമവേളകൾ പോലും ഇല്ലാതെയുള്ള നിരന്തരമുള്ള ഈ ഡ്യൂട്ടിക്കിടെ നിരവധി പേർ ഇത്തരത്തിൽ ജീവൻ പൊലിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ട് എന്ന് ഇവർ ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും റെയിൽവേ അധികാരികൾ ഉടൻ തന്നെ കണ്ണു തുറക്കണം എന്ന് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം.